നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് സെക്ടറിനെ കുറിച്ചാണ് ഒന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് സെക്ടറിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ഒരുപക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതെയോ മ്യൂച്വൽ ഫണ്ടിലാണോ, അതെയോ ETF-ലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ തീർക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും കുറേ നല്ല പോസിറ്റീവായിട്ടുള്ള ന്യൂസസ് കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇന്ത്യാസ് ഡിഫൻസ് പ്രൊഡക്ഷൻ ഹിറ്റ്സ് റെക്കോർഡ് $1.27 lakh crore with global export to over 19 countries. A first for India, Tata's to set up defense factory abroad. India's defense exports skyrocket $2.5 billion in 2023-24, marks a 30-fold leap over past 10 years. Fighter engine deals like this year, says HAL command. India's defense exports skyrocketed by 78% in Q1 financial year 2024-25, set a new benchmarks. Mumbai-based company partners with Boeing for production of advanced 3 drones in India. India defense industry optimistic about collaboration in Africa. India invites Philippines to partner in co-development and co-production of defense equipment. അപ്പോൾ ഇത്രയും ന്യൂസസ് നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഡിഫൻസ് സെക്ടറിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് സെക്ടർ ഇൻഡെക്സിനെ ഒന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 2022 തൊട്ട് 2024 വരെയുള്ള ആ ഒരു ടൈം പീരീഡിൻ്റെ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കിത് ഏകദേശം 2000 ലെവലിൽ നിന്ന് ഇത് 8400 ലെവലിലേക്ക് പോയതാണ്. അവിടെ നിന്ന് ഇപ്പോൾ ചെറിയൊരു ഡിപ്പിൽ ഒരു കറക്ഷനിലാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഇൻഡെക്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡെക്സിലേക്ക് വരുമ്പോഴത്തേനും ഏകദേശം 6500 ലെവലാണ്, 8400 ഹൈ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ CAGR നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 29% CAGR നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഡിഫൻസ് സെക്ടർ വളരുന്നുണ്ട് എന്ന് നമുക്ക് ഈ ചാർട്ടിൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ മാർക്കറ്റ് കറക്ഷനൊപ്പം തന്നെ ഒരു ഡിപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇൻവെസ്റ്റേഴ്സിന് എൻട്രി എടുക്കാൻ. അപ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ന്യൂസസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിഫൻസ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഡിഫൻസ് സെക്ടറിൽ ഏതൊക്കെ കമ്പനീസാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ആ ഒരു ഇൻഡെക്സിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡ് 165%, സെൻ ടെക്നോളജി 145%, 1 ഇയർ റിട്ടേൺ ആണ് പറയുന്നത്. അതുപോലെ തന്നെ മാസ്റ്റോക്ക് 127%, BEL 100%, GRSE 99%, BDL, HAL, അങ്ങനെ ഓരോ കമ്പനീസും നല്ല അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ തന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ടോട്ടലായിട്ടുള്ള നമ്മുടെ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് സെക്ടർ, ആ ഒരു സെക്ടറിൽ എത്ര സ്റ്റോക്കുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 കമ്പനീസാണ് വരുന്നത്. നമുക്കിവിടെ കമ്പനീസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് 1 by 1 ആയിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റൽ വരുന്ന കമ്പനീസ് ഏതൊക്കെയാണ്? മാർക്കറ്റ് ക്യാപിറ്റൽ വരുന്ന കമ്പനീസാണ് BEL, അതുപോലെ തന്നെ HAL, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, സോളാർ ഇൻഡസ്ട്രീസ്, BDL, ഇങ്ങനെയുള്ള കമ്പനീസിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ളത്. ഈ ഒരു സെക്ടറിൽ ഏറ്റവും ഭീമന്മാരായിട്ടുള്ള കമ്പനീസ് ഈ ഒരു കമ്പനീസാണ്. അപ്പം ഈ ഓരോ കമ്പനീസും അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് സിനാരിയോ എത്രയാണെന്ന് നമ്മൾ ടെക്നിക്കലായിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്, വീക്കിലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഈ ഒരു ചാർട്ട് അപ്സ്റ്റോക്സ് എന്ന പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കാൻ അവസരമുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനുള്ള വീഡിയോയും ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അതും കണ്ട് മനസ്സിലാക്കി അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. 1 കോടിയിലധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന നമ്പർ 1 ബ്രോക്കേഴ്സിൽ ഒരു ബ്രോക്കറാണ് അപ്സ്റ്റോക്സ്. ഓക്കെ, നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വീക്കിലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിമനോഹരമായിട്ട് മുകളിലേക്ക് പോകുന്നു. അപ്പം ഇൻഡെക്സിനൊപ്പം തന്നെ ഇതിന് നല്ലൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ നല്ലൊരു വാല്യുവേഷനിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കിട്ടുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമുക്കിവിടെ BDLലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ചാർട്ട് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ ഡിഫൻസ് സെക്ടർ എങ്ങനെയാണോ ഈ ഒരു കറക്ഷൻ അവിടെ കാണിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സും കാണിക്കുന്നത്. അപ്പോൾ ഇതെത്രയാണ്? HAL, അതും ഇതുപോലെ തന്നെ നമുക്കൊരു ഡിപ്പ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് BEL, ഇവിടെയും നമുക്കൊരു ഡിപ്പ് കാണാൻ സാധിക്കും, പക്ഷേ ചെറിയൊരു ഗ്യാപ്പാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇതിൻ്റെ അകത്ത് BELലാണോ HALലാണോ അതേ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേനും ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. വലിയ കമ്പനീസിലും ആ ഒരു ഡിപ്പുണ്ട്. ആ ഒരു ഡിപ്പ് നമ്മൾ ടോട്ടൽ സെക്ടറിലും വന്നിട്ടുണ്ട്, സെക്ടോറിയൽ ഇൻഡെക്സിലും വന്നിട്ടുണ്ട്. ഇത്രയും മനസ്സിലാക്കുക. ഇനി കുറച്ച് മുമ്പോട്ടുള്ള പ്ലാനിങ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന RS 3 lakh crore ആനുവൽ ഡിഫൻസ് പ്രൊഡക്ഷൻ ആൻഡ് RS 50,000 crore എക്സ്പോർട്ട് എക്സ്പെക്റ്റഡ് ബൈ 2028-29 രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു ന്യൂസിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഒരു സെക്ടർ പ്രൊജക്ഷൻ്റെ ഒരു മുമ്പോട്ടുള്ള ഒരു ഗ്രോത്ത് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. പ്രൊഡക്ഷൻ്റെ ഒരു ടാർഗറ്റ് ഒരു 3 ലക്ഷം crore
ഫൈനാൻഷ്യൽ 29 ആകുമ്പോഴത്തേനും ആകും എന്നാണ് ഒരു ടാർഗറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് 3x ആണ്, കറൻറ്റ് ലെവലിൽ നിന്ന് 3 ഇരട്ടിയാണ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ടാർഗറ്റ് അത് 50,000 കോടി 2029 ചെല്ലുമ്പോൾ എത്തുമെന്നാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എക്സ്പോർട്ട്. അപ്പോൾ അത് 2.5x ആണ് കറൻറ്റ് ലെവലിൽ നിന്ന്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ ടാർഗറ്റ് ഉണ്ട്, നല്ലൊരു എക്സ്പോർട്ട് ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടാർഗറ്റൊക്കെ മുമ്പോട്ട് പോകുമ്പോഴത്തേനും അച്ചീവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് സെറ്റ് 50K crore മിലിറ്ററി എക്സ്പോർട്ട് ടാർഗറ്റ്, അതൊക്കെ നമുക്കിവിടെ ന്യൂസ് പേപ്പറിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ന്യൂസ് പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പൈപ്പ് ലൈൻ കണക്ഷൻ കുറച്ച് ഇപ്പോൾ ഫിലിപ്പീൻസ് വിയറ്റ്നാമുമായിട്ടുള്ള പൈപ്പ് ലൈൻസ്, അർമീനിയ ഇങ്ങനെയുള്ളവരുമായിട്ട് പൈപ്പ് ലൈൻസ് കണക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സെക്ടർ പ്രൊജക്ഷൻ നമുക്കിവിടെ പൈപ്പ് ലൈനിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് $138 ബില്യൺ 2024 to 2032 ഇതിനിടയ്ക്ക്. ഓക്കെ, ഡിഫൻസ് ബഡ്ജറ്റ് 2024-2025 ഡിഫൻസ് ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 6 ലക്ഷം കോടിയുടെ ഡിഫൻസ് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അത് 13% ടോട്ടൽ ബഡ്ജറ്റിൻ്റെ. അപ്പം ഡിഫൻസ് സെക്ടറിന് നല്ല രീതിയിലൊരു പ്രയോറിറ്റി ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 10 വർഷ എക്സ്പെൻഡിച്ചർ നമ്മൾ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസിനെ നോക്കുവാണെങ്കിൽ 2013 തൊട്ട് കൃത്യമായിട്ട് ഇത് ഗ്രോ ചെയ്തായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതലായിട്ട് എക്സ്പെൻസ് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യ റാങ്ക്സ് 4th ഇൻ ഗ്ലോബൽ മിലിറ്ററി സ്പെൻഡിങ് അറ്റ് $83.6 ബില്യൺ ഇൻ 2023 റിപ്പോർട്ട്. അപ്പം നമ്മൾ ഇന്ത്യയിൽ ലോകത്തിൽ 4ാമത്തെ രാജ്യമായിട്ട് ഏറ്റവും കൂടുതൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ കാണിക്കുന്ന രാജ്യമായിട്ട് ഇവിടെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ മേജർ എക്സ്പോർട്സ്, ആരാണ് കൂടുതലായിട്ട് മേജർ എക്സ്പോർട്സ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ചേതക് പ്രൊഡക്റ്റ് അത് HAL ആണ് മാനുഫാക്ചർ. അതുപോലെ കോസ്റ്റൽ സർവൈലൻസ് ആണ് BL ആണ്, ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ ആണ് BDL ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസ് മേജറായിട്ടുള്ള എക്സ്പോർട്ടിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിലാണോ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ കാര്യങ്ങൾ മനസ്സിലായത് വലിയ പ്രൊഡക്ഷൻസും വലിയ എക്സ്പോർട്സും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല ന്യൂസസ് വരുന്നുണ്ട്, നല്ല എക്സ്പെൻഡിച്ചർ നടക്കുന്നുണ്ട്, സ്പെൻഡിങ് നടക്കുന്നുണ്ട്, നല്ല ബഡ്ജറ്റ് ഡിഫൻസ് സെക്ടറിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നമുക്ക് ഡിഫൻസ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഒന്നുകിൽ നമുക്ക് ഏറ്റവും ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF പോയി ഇൻവെസ്റ്റ് ചെയ്യുക, ടോട്ടലായിട്ടുള്ള സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഏതൊരു കമ്പനിയാണ് കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പം എന്താണ്, ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഒരു ETF ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ ഡിഫൻസ് സെക്ടറിൻ്റെ സെപ്പറേറ്റ് മ്യൂച്വൽ ഫണ്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ETF വരുമ്പം ഗ്രോ എന്ന കമ്പനി നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ETF എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ETF ഈ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് അതിനെയാണ് ട്രാക്ക് ചെയ്യുന്നത് ഈ ഒരു ETF. ഇനി ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കമ്പനി 3 തരം കമ്പനീസും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ETF ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ETF കുറച്ച് എമൗണ്ട് ഇടുവാണെങ്കിൽ 41% ലാർജ് ക്യാപ്പിലേക്കും മിഡ് ക്യാപ്പിലേക്ക് 38%, സ്മോൾ ക്യാപ്പിലേക്ക് 20% സംതിങ്ങുമാണ് പോകുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ ആ ഒരു ETF ചാർട്ട് ഞാനിവിടെ വീണ്ടും അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്സ്റ്റോക്സ് നല്ലൊരു ഡിമാറ്റ് അക്കൗണ്ടാണ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പണിങ്, അതുപോലെ തന്നെ AMC, അതുപോലെ തന്നെ IPO മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഫ്രീ ആയിട്ട് എൻട്രി എടുക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഇൻട്രാഡേയിലാണെങ്കിലും ഡെലിവറിയിലാണെങ്കിലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലാണെങ്കിലും മാക്സിമം 20 രൂപയാണ് ഒരു ബ്രോക്കറേജായിട്ട് അവർ ഈടാക്കുന്നത്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ബ്രോക്കറാണ്. തീർച്ചയായിട്ടും അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കും അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന എങ്ങനെയുള്ള വീഡിയോ നമുക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. നല്ലൊരു ടെക്നിക്കൽ ചാർട്ട് തരുന്നുണ്ട്. ട്രേഡ് ചെയ്യാനാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഗ്രോ ഡിഫൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ETF പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കറിൽ ലഭിക്കും. അതിൻ്റെ അകത്ത് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ഇത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ മാസം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കുറച്ച് താഴ്ത്ത് വന്നിരുന്നു. 65 ലെവലിലാണ്, 65-66 ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഏകദേശം 59-60 റീജിയനിലേക്ക് വന്നിരുന്നു. വീണ്ടും അത് 65-66 റീജിയനിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും ഇതിൻ്റെ അകത്ത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ഡിഫൻസ് സെക്ടറിൻ്റെ ഇൻഡെക്സ് ഇപ്പം വിലക്കുറവിലാണ് കിട്ടുന്നത്. അപ്പം ആ ഒരു റീജിയനിൽ നിന്ന് മുകളിലേക്കാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ETF നമുക്ക് ഗ്രോ കിട്ടും. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളൊരു ETF കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രോ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ETF ആണ്. ഗ്രോ എന്ന കമ്പനിയുടെയാണ് ഈ ETF. ടോട്ടലായിട്ട് ഇതുവരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 68 കോടിയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. 2024 സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് ഹൈ ആണ്. എല്ലാ ETF മ്യൂച്വൽ ഫണ്ടും റിസ്ക് കാറ്റഗറി ഹൈ ആയിട്ട് തന്നെയാണ് കാണാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് 16 കമ്പനീസാണ് വരുന്നത്. അഭിഷേക് ജെയിൻ എന്നതാണ് ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന ആൾ. അപ്പം ആക്റ്റീവായിട്ട് ഫണ്ട് മാനേജിങ് ഫണ്ടല്ല, പാസീവായിട്ട് മാനേജിങ് ഫണ്ടാണ്. അപ്പം 6 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തുന്ന ഈ ഒരു കമ്പനിയുടെ പെർസെൻറ്റേജ്. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് BELൻ്റെയും HALൻ്റെയും പെർസെൻറ്റേജ് 20% നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സോളാർ ഇൻഡസ്ട്രിയിലേക്ക് പോകുകയാണെങ്കിൽ 15%, മാസ്ട്രോക്കിലേക്ക് പോകുകയാണെങ്കിൽ 7.2, കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 6.49, BDL 6.96. അപ്പം ഇത്രയും കമ്പനിയിലേക്കായിരിക്കും നമ്മുടെ കൂടുതലായിട്ടുള്ള എമൗണ്ട് പോകുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ നമുക്ക് ഒരു ബിഗിനർ ആണെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടോട്ടലായിട്ടുള്ളൊരു ബാസ്ക്കറ്റ് ചെറിയ ചെറിയ എമൗണ്ടിൽ SIP തുടങ്ങാം, അല്ലെങ്കിൽ ലംസമായിട്ട് ഒരു 5000, 10000 അല്ലെങ്കിൽ അതിനെപ്പോൾ 20,000, 30,000, 50,000 ഓരോരുത്തരുടെയും കേപ്പബിലിറ്റി അനുസരിച്ച് ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 5000 രൂപ വെച്ച് ഓരോ മന്ത്ലി ഒരു SIP സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് നാളത്തേക്ക് ഒരു 50,000, 1,00,000 രൂപ നമ്മൾ ഈ ഒരു സെക്ടറിലേക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിടാൻ സാധിക്കുന്നതായിരിക്കും. എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലറായിട്ട് ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഡൈവേഴ്സിഫൈ ചെയ്ത് മൾട്ടിപ്പിൾ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അതല്ല ഈ ഒരു ഇൻഡിവിജ്വൽ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ഇപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെ കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ്. അപ്പം BLൻ്റെ ടോട്ടലായിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള പോയിന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ETF-നേക്കാളും കുറച്ചും കൂടെ കൂടുതൽ റിട്ടേൺ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കാനും താല്പര്യം ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങളുടെ താല്പര്യമാണ് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരെല്ലാം കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ബാക്കിയുള്ള സെക്ടേഴ്സിൻ്റെയും നല്ല ETF-കൾ കണ്ടെത്തി പറഞ്ഞു തരാൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോ സെക്ടറിലെയും ETF-കളെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് വേണം, അല്ലെങ്കിൽ ഇന്ന ETF-നെ കുറിച്ച് എന്താണ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും എൻ്റെ മാക്സിമം കേപ്പബിലിറ്റി എടുത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. ഈ ഒരു ETF ഞാൻ ചെറിയ രീതിയിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5%, 10% വരെയാണ് ഈ ഒരു ടോട്ടലായിട്ടുള്ള ഡിഫൻസ് സെക്ടറിന് ഞാൻ ഒരു വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒന്നുകിൽ എടുക്കാം. തീർച്ചയായിട്ടും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ എടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് എൻട്രി എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഒരു പുതിയ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. ബാക്കിയുള്ളവരിലും കൂടെ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രേഡിങ്ങിൻ്റെ പുറകെ ഓടി നടക്കാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അതും മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം സ്റ്റോക്കുകളിൽ ഓരോ 1 by 1 ആയിട്ട് കറക്ഷനിൽ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ലോങ് ടൈമിൽ നല്ലൊരു വെൽത്ത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.